നമ്മളെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിലെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള സെമാൻറ്റിക്സിനെ കുറിച്ചാണ്. സെമാൻറ്റിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മീനിങ്, അതായത് വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സെമാൻറ്റിക്സ്. ഓക്കെ, അതിന് മുമ്പ് ഫൊണറ്റിക്സ് ഉണ്ട്, ഫൊണോളജി ഉണ്ട്. ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അതിൻ്റെ ഉദ്ഭവം എന്നാണ് പഠിക്കുന്നത്. അതേസമയം ഫൊണോളജി പഠിക്കുന്നത് എങ്ങനെയാണ് ശബ്ദത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് പോലെയുള്ള കാര്യങ്ങളാണ്. ഇൻറ്റോനേഷൻ, പിച്ച് തുടങ്ങിയ കാര്യങ്ങൾ, സ്ട്രെസ്. അതുപോലെ മോർഫോളജി എന്ന് പറയുന്നത് വേർഡിൻ്റെ ഫോർമേഷനെ കുറിച്ച് പഠിക്കുകയാണ്. എങ്ങനെയാണ് ഒരു നൗൺ ഉണ്ടാകുന്നത്, നൗൺ എങ്ങനെ മറ്റിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, എങ്ങനെ പുതിയ വാക്കുകൾ ഉണ്ടാക്കാം, എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് മോർഫോളജിയിൽ പഠിക്കുന്നത്. സെമാൻറ്റിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയ വാക്കുകളുടെ അർത്ഥങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അർത്ഥം മാത്രമല്ല, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റൻസസ് ഓർ വേർഡ്സ്, ഒരു വാക്ക് മറ്റൊരു വാക്കുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് തമ്മിൽ അവയ്ക്കുണ്ടാകുന്ന മീനിങ്ങിലെ വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് സെമാൻറ്റിക്സ് ചർച്ച ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈൻസ് ആൻഡ് സിമ്പിൾസ് ആൻഡ് വാട്ട് ദേ റെപ്രസെൻറ്റ്. അതുകൊണ്ട് തന്നെ ഓരോ സൈനും, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡ് അല്ലേ, വേർഡ് സൈനും, സൈൻ എന്ന് പറയുന്നത് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആണ്. അത് രണ്ടും ചേർന്നുള്ള ഒരു വാക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആ ഫോർമേഷനിലൂടെ എന്ത് മീനിങ് ആണ് അത് നമുക്ക് തരുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ അനദർ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ദ സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ വൈഡ് സബ്ജക്റ്റ് വിത്തിൻ ദ ജനറൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അല്ലേ, ലാംഗ്വേജിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സെമാൻറ്റിക്സ്. സോ സെമാൻറ്റിക്സ്, അണ്ടർസ്റ്റാൻഡിങ് സെമാൻറ്റിക്സ് ഇസ് എസെൻഷ്യൽ ടു സ്റ്റഡി ലാംഗ്വേജ് അക്വിസിഷൻ. ഓക്കെ, ഈ സെമാൻറ്റിക്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, എങ്ങനെയാണ് ഭാഷയെ സ്വായത്തമാക്കുന്നത്, ഓക്കെ, ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്, അതുപോലെ ഒരു റൈറ്റർ, ലിസണർ, റീഡർ, ഇവരൊക്കെ, ഒരു സ്പീക്കർ, ഇവരൊക്കെ എങ്ങനെയാണ് ഒരു വാക്കിനെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയാൻ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് വഴി സാധിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ചേഞ്ച്, ഹൗ മീനിങ്സ് ഓൾട്ടർ ഓവർ ടൈം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ഒന്നും ആ അർത്ഥത്തിലല്ല നമ്മളിന്ന് ഉപയോഗിക്കുന്നത്, ഇല്ലേ. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാണ്, കോമഡി ആയിട്ട് എടുക്കാം, അത് ആ രീതിയിൽ കാണാം. തൈര് എന്ന വാക്ക് ഇപ്പം എന്താണ്, വളരെ മോശം അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ. പക്ഷേ തൈരിന് ആക്ച്വലി എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് കേർഡ്, അല്ലേ. അതുപോലെ പല സിമ്പിളുകളും ഇന്ന് പണ്ട് ഉപയോഗിച്ച അർത്ഥങ്ങളിലല്ല ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും എന്താണ്, ഒരു പുതിയ മീനിങ് പുതിയ ജനറേഷൻ കൊടുത്തിരിക്കുകയാണ്, അല്ലേ. അതുപോലെ ഓരോ വാക്കുകളും ഓരോ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ലാംഗ്വേജ് ചേഞ്ച് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമാൻറ്റിക്സ് പഠിക്കുന്നത് വഴി സാധിക്കും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആസ് ദീസ് ആർ ലൈക്ലി ടു എഫക്ട് മീനിങ് ആൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് എഫക്ട്സ് ഓഫ് സ്റ്റൈൽ എന്നാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, അല്ലേ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പല സാഹചര്യങ്ങൾ നമ്മൾ വരുന്നത് കൊണ്ട് തന്നെ ഓരോ ഭാഷയിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്, അല്ലേ. മീനിങ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലല്ല ആ മീനിങ് മറ്റുള്ളവർ എടുക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. സോ ആ മീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഒരു ഭാഷയ്ക്ക് പലതരം വകഭേദങ്ങളുണ്ടാവും, അല്ലേ, വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സെമാൻറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊരു ലാംഗ്വേജിൻ്റെയും സെമാൻറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് ദസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. അതുകൊണ്ടാണ് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഫോണറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സിൽ സെമാൻറ്റിക്സ് ഉൾപ്പെടുന്നത് ഇതുകൊണ്ടാണ്. കാരണം എന്താ, മീനിങ്ങിന് അത്രയും പ്രാധാന്യം എവിടെയുണ്ട്, ലാംഗ്വേജിൽ ഉണ്ട്. So the study of semantics includes the study of how meaning is constructed, interpreted, clarified, obscured, illustrated, simplified, negotiated, contradicted and paraphrased. എന്താണ് അപ്പോൾ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു, എങ്ങനെയാണ് മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന മീനിങ് അത് തന്നെ ആവണമെന്നില്ല, അല്ലേ. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന മീനിങ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുക. അത് ആ വ്യക്തിയുടെ പ്രായവും അനുഭവങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി എന്താണ്, അത് മാറിക്കൊണ്ടിരിക്കും. അത് എഴുതിയ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അതിന് വേറൊരു മീനിങ് ആയിരിക്കും. അങ്ങനെ ഓരോ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മീനിങ്സ് മാറുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ കുറച്ച് വസ്തുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലേ. സെമാൻറ്റിക് ഫീച്ചേഴ്സ്, എങ്ങനെയാണ് നമ്മളൊരു മീനിങ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മീനിങ്ങിനെ നമ്മൾ, മീനിങ് എന്ന് പറയുന്നത് എന്താണ്, മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാധനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു പുതിയ മീനിങ് കിട്ടും. ഓക്കെ,
സോ ഇവിടെ ടേബിൾ, ഹോഴ്സ്, ബോയ്, മാൻ, ഗേൾ, വുമൺ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അനിമേറ്റ് ആണോ, എന്താണ് അതിന് ആക്ഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലേ, അതിന് ജീവനുണ്ടോ, ഹ്യൂമൺ ആണോ, ഫീമെയിൽ ആണോ, അഡൾട്ട് ആണോ, ഇങ്ങനെ കുറച്ച് കാറ്റഗറീസാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇതിലൊന്നിലും പെടില്ല അല്ലേ, അതൊരു മെയിലല്ല ഫീമെയിൽ അല്ല, അതെന്താണ് ന്യൂട്രലാണ്, അതിനൊരു ജെൻഡർ ഇല്ല. അതെന്താണ്, ഹ്യൂമൺ ആണോ, അല്ല, മനുഷ്യനല്ല. അത് ചലിക്കാൻ സാധിക്കുമോ, ഇല്ല. അപ്പോൾ ഹോഴ്സ് എന്താണ്, ചലിക്കാനും സാധിക്കും, അതൊരു അഡൾട്ടാണ് അല്ലേ. കുഞ്ഞു ഹോഴ്സിനെ നമ്മൾ എന്താ പറയുക, വേറെ തന്നെ പേരാണ്. അപ്പോൾ എന്താണ്, അവിടെയും മീനിങ് മാറി. അപ്പോൾ ഒരു ഹോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, അത് ചലിക്കുന്ന ഒരു ജീവിയാണ്, അതുപോലെ അത് അഡൾട്ട് ആയതുകൊണ്ടാണ് അതിനെ ഹോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ എന്താണ്, അത് ഫീമെയിൽ ആണെങ്കിൽ അത് മേറായി, അതേസമയം മെയിലാകുമ്പോഴാണ് അത് ഹോഴ്സ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫീമെയിലും അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ബോയ് ആണെങ്കിൽ അനിമേറ്റ് ആണ്, ഹ്യൂമൺ ആണ്, അഡൾട്ട് അല്ല. ഓക്കെ, അഡൾട്ടും അല്ല ഫീമെയിലും അല്ല. അതേസമയം മാൻ ആണെങ്കിൽ അതിലെ 3 കാറ്റഗറീസിൽ പെടും. അതേസമയം ഒരു വുമൺ ആണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും പെടും. ഗേൾ ആണെങ്കിൽ അഡൾട്ട് എന്നുള്ള കാറ്റഗറി മാറും. കാരണം ബോയ് ആൻഡ് ഗേൾ എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള കുട്ടികളെയാണ്. ഓക്കെ, so the noun semantics and adjective semantics are derived from the Greek word semantikos, significant. ഓക്കെ, അതായത് ഈ നമ്മുടെ ഈ സെമാൻറ്റിക്സ് എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, അത് ഡെറൈവ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജിലെ സെമാൻറ്റിക്കോസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം സിഗ്നിഫിക്കൻ്റ് എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. And in linguistics, semantics is the subfield that is devoted to the study of meaning as born on the syntactic levels of words, phrases, sentence and sometimes larger units discourse generally referred to as text. ഓക്കെ, അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ് ഫീൽഡാണ് അല്ലേ, ഒരു സബ് ഫീൽഡാണ്. ലാംഗ്വേജിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് സെമാൻറ്റിക്സിലൂടെ പഠിക്കുന്നത്. അതിലെന്ത് ചെയ്യുന്നു, വേർഡ്സിൻ്റെയും ഫ്രേസിൻ്റെ ഒക്കെ തന്നെ സിൻടാക്റ്റിക് ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു വലിയ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹചര്യം എന്നുള്ള അർത്ഥമാണ്. നമ്മളൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയും. അപ്പോൾ ടെക്സ്റ്റുകളിലൊക്കെ ആയാലും അതിൻ്റെ മീനിങ് നോക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. So for thousands of years, philosophers have pondered the meaning of meaning, yet speakers of language can understand what is said to them and can produce strings of words that are meaningful to other speakers. അപ്പോൾ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മീനിങ്ങിൻ്റെ മീനിങ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും അത് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റ് സ്പീക്കേഴ്സിന് അത് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്ന ആ ഒരു കഴിവിനെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുന്നതിനെ നമുക്ക് മീനിങ് എന്ന് പറയാം. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് വി നീഡ് ടു നോ ഹൗ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ദ മോർഫീംസ് ദാറ്റ് കമ്പോസ് ദം. അപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ വാക്കുകളുടെ അർത്ഥവും അതേപോലെ എങ്ങനെയാണ് ഈ വാക്കുകൾ ഭാഷയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അതുപോലെ വി മസ്റ്റ് ഓൾസോ നോ ഹൗ മീനിങ്സ് ഓഫ് വേർഡ്സ് കമ്പൈൻ ഇൻ ടു ഫ്രേസസ് ആൻഡ് സെൻറ്റൻസ് മീനിങ്സ്. ഫൈനലി വി മസ്റ്റ് കൺസിഡർ ദ കോണ്ടെക്സ്റ്റ് വെൻ ഡിറ്റർമിനിങ് ദ മീനിങ്. അപ്പോൾ ഒരു ഭാഷ അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ടൊരു ഭാഷ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കണം, അതുപോലെ അതിലെ വാക്കുകൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ SVO SOV ആ ഓർഡർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമല്ല, ഇതറിഞ്ഞാൽ പോരാ, ഒരു വാക്ക് ഏതൊരു വാക്കിൻ്റെ കൂടെയാണ് പോകുന്നത്, അപ്പോൾ പരസ്പരമുള്ള ആ കണക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ സൂയിസൈഡ് എന്ന വാക്കിൻ്റെ കൂടെ ഡിഡ് സൂയിസൈഡ് എന്ന് പറയില്ല, പകരം എന്ത് ഉപയോഗിക്കുള്ളൂ, കമ്മിറ്റ് സൂയിസൈഡ് എന്നേ പറയുള്ളൂ അല്ലേ. സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യാണ്, അല്ലാണ്ട് അത് ഡിഡ് അല്ല, ഡൂയിങ് അല്ല. അതുപോലെ ഐ ആം കില്ലിങ് യു എന്ന് ഇംഗ്ലീഷിൽ പറയാറില്ല, ഐ വിൽ കിൽ യു അല്ലേ, ഞാൻ നിന്നെ കൊല്ലും, അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്താ, കൊന്നുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഹീസ് ഡൈയിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥയില്ല, മരിക്കുക ഇല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് തന്നെ എന്താണ്, മിസ്റ്റേക്സ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ അറിയണം. അപ്പോൾ സെമാൻറ്റിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ കോണ്ടെക്സ്റ്റ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ആ ഭാഷ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായ ബോധം ഉണ്ടാവണം. ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക് മീനിങ് ഓഫ് മോർഫീംസ്, വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് കോൾഡ് സെമാൻറ്റിക്സ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഡെഫിനേഷനും കൂടി കിട്ടി. എന്താണ് ലിംഗ്വിസ്റ്റിക് മീനിങ് ഓഫ് മോർഫീംസ്, വേർഡ്സ്, ഫ്രേസസ്, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെ നമുക്ക് സെമാൻറ്റിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സെമാൻറ്റിക്സിന് ഇനി സബ് ഫീൽഡ് ഉണ്ട്. ഓക്കെ, സെമാൻറ്റിക്സ് തന്നെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ സബ് ഫീൽഡാണ്. അതിൻ്റെയും സബ് ഫീൽഡായിട്ടുള്ള കാര്യങ്ങളാണ്
എന്താ, ഒന്ന് ലെക്സിക്കൽ സെമാൻറ്റിക്സ്. ലെക്സിക്കൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടതാണ്. വേർഡ്സ്, മോർഫീംസ് ഓഫ് എ ലാംഗ്വേജ്. മോർഫീംസ് എന്താണ്? സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ഓരോ വാക്കുകൾ അതിൻ്റെ കാറ്റഗറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ ഒരു വാക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് സിനോണിംസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ആൻറ്റോണിംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് എന്താ, ലെക്സിക്കൽ സെമാൻറ്റിക്സ്. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്, ആ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. So, the lexical semantics which is concerned with the meanings of words, the meaning of relationship among words, phrasal and sentential semantics which is concerned with the meaning of syntactic units larger than the word. അപ്പോൾ വേർഡിനേക്കാളും വലിയ ഫ്രേസുകളും സെൻറ്റൻസുകളൊക്കെ വരുമ്പോൾ അതിൽ ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ലെക്സിക്കൽ സെമാൻറ്റിക്സ് ഐഡിയ തരും. ഓക്കെ, സോ ദ സ്റ്റഡി ഓഫ് ഹൗ കോണ്ടെക്സ്റ്റ് എഫക്ട്സ് മീനിങ് ഇസ് കോൾഡ് പ്രാഗ്മാറ്റിക്സ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സബ് ഫീൽഡാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു സാഹചര്യം മീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പഠിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, പ്രാഗ്മാറ്റിക്സിലൂടെ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്ന വാക്ക് ആ അർത്ഥമായിരിക്കില്ല നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മീനിങ്ങുകൾ മാറുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പ്രാഗ്മാറ്റിക്സ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് ഇൻ ഹിയർ ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ ആസ് ക്ലോസ് വിൻഡോസ്. അല്ല, ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളൊരു റൂമിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു AC ഉള്ള റൂമിലാണെങ്കിൽ എന്താണ്, AC ഓഫ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ എന്താണ്, പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ജനലുകൾ അടക്കണം എന്നുള്ള അർത്ഥം കിട്ടും. ഇറ്റ്സ് കോൾഡ് ഹിയർ എന്ന് പറയുമ്പോൾ വേറെന്താണ്, ചിലപ്പോൾ ആരും അവിടെ സംസാരിക്കാതിരിക്കുന്നുണ്ടാവും, അല്ലെ, ഒരു കോൾഡ് ഫീലിംഗ് ആയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, ഒരു മരിച്ച ഫീലിംഗ് നമുക്ക് കിട്ടും. അങ്ങനെ പല അർത്ഥം എന്താണ് ഇറ്റ്സ് കോൾഡ് ഹിയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഫേമസ് ആയിട്ടുള്ള ചോംസ്കിൻ്റെ ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ്പ് ഫ്യൂരിയസ്ലി. അല്ലേ, സെൻറ്റൻസ് ക്രിയേഷൻ കറക്റ്റാണ്, ഗ്രമാറ്റിക്കൽ സെൻറ്റൻസ് ആണ്. എന്താ, കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ്പ് ഫ്യൂരിയസ്ലി. ഇതിൻ്റെ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം കളർലെസ് ഗ്രീൻ എന്താണ്, കളറില്ലാത്ത ഗ്രീൻ കളർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സ്ലീപ്പ് ഫ്യൂരിയസ്ലി, ഗ്രീൻ ഐഡിയാസ് സ്ലീപ്പ് ഫ്യൂരിയസ്ലി എന്താണ്, ഗ്രീൻ ഐഡിയാസ് വളരെ ദേഷ്യത്തോടു കൂടി ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഫ്യൂരിയസ് ആയിട്ട് ഉറങ്ങുന്നു. പ്രത്യേകിച്ച് നമുക്ക് മീനിങ് പറയാൻ പറ്റില്ല. പക്ഷെ റാൻഡമായിട്ട് വാക്കുകൾ ചൂസ് ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഗ്രാമാറ്റിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ അത് സെമാൻറ്റിക്സിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എന്താണ്, ഇറ്റ്സ് അട്ടർലി മീനിങ്ലെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, ഇതൊരിക്കലും ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. ഫോം ചെയ്യാൻ പറ്റും, കാരണം എന്താ, അവിടെ കറക്റ്റ് വേർഡ് ഓർഡർ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്, ആഡ് വേർബ് ഉണ്ട്, കറക്റ്റ് സെൻറ്റൻസ് ആണ്. പക്ഷേ അതിൻ്റെ അർത്ഥതലത്തിൽ എന്താണ്, മിസ്റ്റേക്സ് ഉണ്ട്. കാരണം കളർലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കളേഴ്സ് പാടില്ല. പക്ഷേ അടുത്ത വാക്ക് എന്താണ്, ഗ്രീൻ ആണ്. ഗ്രീൻ എങ്ങനെയാണ്, ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഫ്യൂരിയസ് ആവാൻ പറ്റുക? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മീനിങ് നമുക്ക് കിട്ടില്ല. സോ ഇറ്റ് ഈസ് നോൺ സെൻസ് ഇൻ സെമാൻറ്റിക്കൽ ലെവൽ. പക്ഷേ ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെന്താണ്, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് നമുക്ക് പല അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു എന്താണ്, ഒരു ഫ്രഷ്, അൺടയർഡ്, ന്യൂ എന്നുള്ള മീനിങ് കൊടുക്കാം. അതുപോലെ കളർലെസ് എന്ന് പറയുന്നത് വിത്തൗട്ട് വിവിഡ്നെസ്, ഡൾ, അൺഎക്സൈറ്റിംഗ് എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിന് ആ വാക്കുകൾക്ക് അർത്ഥങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഒരു മീനിങ് തന്നെ ആ സെൻറ്റൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെമാൻറ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെമാൻറ്റിക്സ് എന്ന് കണ്ടാൽ ഓർക്കുക എന്താണ്, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മീനിങ് ആൻഡ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മീനിങ് ആൻഡ് ദ ബ്രാഞ്ചസ്. ഏതൊക്കെ ബ്രാഞ്ചസ്? ലെക്സിക്കൽ സെമാൻറ്റിക്സ് ഉണ്ട്, പ്രാഗ്മാറ്റിക്സ് ഉണ്ട്. അതുപോലെ മീനിങ് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി നിങ്ങൾക്ക്. അതുപോലെ ചോംസ്കിയുടെ ഒരു ഗ്രേറ്റസ്റ്റ് എക്സാമ്പിളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.